മോദിക്കെതിരായ അഴിമതിയുടെ തെളിവുകൾ രാഹുൽ എപ്പോഴാണ് പുറത്തുവിടുകയെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം. അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുമായി ധാരണയിലെത്തിയെന്ന ആരോപണം ശക്തമാവുകയാണ്. ഇതിനിടെ റോബർട്ട് വധേരയ്ക്ക് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു. ബിക്കാനേർ ഭൂമി ഇടപാടിന്റെ പേരിലാണ് നോട്ടീസ്. എം സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, പറയൂ. സുരരാജ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഴിമതിക്ക് തെളിവുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വാർത്താ സമ്മേളനം വിളിച്ച് കോൺഗ്രസ് ഗാന്ധി പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഒപ്പം ചേർത്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം. ഈ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ ഭൂകമ്പം ഉണ്ടാകും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ അതിനുശേഷം 2 ദിവസം പിന്നിട്ടിട്ടും തെളിവുകൾ പുറത്തുവിടാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. പാർലമെന്റിൽ ഇന്നലെ സംസാരിക്കാനുള്ള നോട്ടീസ് പോലും രാഹുൽ ഗാന്ധി കൊടുത്തില്ല. അതിനുശേഷം പാർലമെന്റിന് പുറത്തുവച്ച് ഈ തെളിവുകൾ പുറത്തുവിടുമെന്ന് പ്രചരിച്ചെങ്കിലും അതും ഉണ്ടായില്ല. പാർലമെന്റ് പിരിഞ്ഞതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. ഉത്തർപ്രദേശിലെ കർഷകരുടെ കടം എഴുതി തള്ളണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനകത്ത് തന്നെയും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും വലിയ വിമർശനം ഉയരുന്നത്. രാഹുൽ ഗാന്ധി എടുത്തുചാടി ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായം കോൺഗ്രസിന്റെ ഇടയിലെ തന്നെ മുതിർന്ന നേതാക്കന്മാർക്കുണ്ട്. പാർട്ടിയുടെ വിശ്വാസ്യത ഇതുവഴി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. അതേസമയം തന്നെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ പുതിയ തെളിവുകൾ പുറത്തു വന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദത്തിലായത്. അതോടൊപ്പം ഈ 2 കാര്യങ്ങളും കൂടി ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ കൂട്ടി വായിക്കുകയാണ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി തെളിവുകൾ പുറത്തു വന്നതുകൊണ്ട് മോദിക്കെതിരായ തെളിവുകൾ രാഹുൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വദ്രയ്ക്കെതിരായ കൂടുതൽ അന്വേഷണവും ആദായനികുതി വകുപ്പ് ആരംഭിച്ചത്. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയിൽ എത്തി എന്നുള്ള എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ശരി, എം സന്തോഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ പുനർവിചാരണയ്ക്ക് ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടു. കമ്പനി മേധാവിയെ 4.5 വർഷം തടവിന് ശിക്ഷിച്ചത് മരവിപ്പിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് കോടതി ഉത്തരവ്. അതേസമയം നാഷണൽ ഹെറാൾഡ് ഭൂമി ഇടപാട് കേസ് CBIക്ക് കൈമാറാൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. രാഷ്ട്രീയ പകപോക്കൽ എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. മനുശങ്കറുണ്ട് വിവരങ്ങളുമായി. മനു, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? സുരാജ്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കരാർ നേടിയെടുക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയായിരുന്നു നേരത്തെ ഇറ്റാലിയൻ കോടതി കമ്പനി മേധാവിയായിരുന്ന ഗീസഫോർഷയെ ശിക്ഷിച്ചിരുന്നത്. കമ്പനി CEO ഗീസഫോർഷയെ 4.5 വർഷത്തെ തടവിനായിരുന്നു 8 മാസം മുമ്പ് ഇറ്റാലിയൻ കോടതി വിധിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശിക്ഷ മരവിപ്പിച്ച് പുനർവിചാരണ നടത്താൻ ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഗീസഫോർഷയുടെ തന്നെ ഹർജി പുനർവിചാരണ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിച്ചാണ് ഇത്തരമൊരു ഉത്തരവ് ഇറ്റാലിയൻ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കമ്പനി CEOയും മറ്റു മേധാവികളെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇറ്റാലിയൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പിൽ ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് കോടികൾ നൽകിയെന്നും കരാർ ഉറപ്പിക്കാൻ ഇതിന് ഇടനിലക്കാരനായി AP എന്നൊരാൾ പ്രവർത്തിച്ചിരുന്നെന്നും വെളിപ്പെടുത്തിയിരുന്നു. AP എന്നത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവും സെക്രട്ടറിയുമായ അഹമ്മദ് പട്ടേൽ എന്നാണ് CBI കരുതുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേസിൽ ഇപ്പോൾ പുനർവിചാരണ ഇറ്റലിയിൽ നടക്കുക. കരാർ ഉറപ്പിക്കാൻ ഹെലികോപ്റ്ററിന് പറക്കാവുന്ന ദൂരപരിധി കുറച്ചത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് CBI അറസ്റ്റ് ചെയ്ത വ്യോമസേന മേധാവിയും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം നാഷണൽ ഹെറാൾഡ് കേസിൽ ഈ അസോസിയേറ്റ് ജേർണൽസിന് ഭൂമി വാങ്ങിയതിൽ ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ CBI അന്വേഷണം നടത്താൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ അനുകൂലമായൊരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹരിയാന സർക്കാരിനെയും അറിയിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു പുതിയ വിവരം. എന്തായാലും CBI അറസ്റ്റ് ചെയ്ത വ്യോമസേന മേധാവിയെയും അഭിഭാഷകനെയും ബന്ധുവിനെയും ഇന്ന് തന്നെ ദില്ലി പട്ടേൽ ഹൗസ് കോടതിയിൽ ഹാജരാക്കും. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദില്ലി എയിംസ് ആശുപത്രിയിൽ രോഗികളെ പിഴിഞ്ഞ് ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പരിഷ്കാരം. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ആധാർ കാർഡ് ഉടമകൾക്ക് സൗജന്യ രജിസ്ട്രേഷൻ അനുവദിക്കും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും ഏർപ്പെടുത്തും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിന് പിന്തുണ നൽകാനാണ് എയിംസിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നത്. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടി കൂട്ടി. നിലവിൽ 10 രൂപയുള്ള സ്ഥാനത്താണ് ജനുവരി 1 മുതൽ 100 രൂപ ഈടാക്കുന്നത്. അതേസമയം ആധാർ കാർഡ് ഉള്ളവർക്ക് രജിസ്ട്രേഷൻ സൗജന്യമാക്കി. രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ കാർഡ് നൽകുകയാണ് ഇപ്പോഴത്തെ പതിവ്. UHID നമ്പർ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കണമെന്ന് എയിംസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും എയിംസ് പുറത്തിറക്കും.
ഇന്റർനെറ്റ് ബാങ്കിംഗ് പ്രചരണത്തിനായി 200 കൗണ്ടറുകൾ തുറക്കാനും തീരുമാനമുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഫീസ് കുത്തനെ കൂട്ടിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രീയ പാർട്ടികൾക്ക് അസാധുവായ നോട്ടുകൾ നികുതിയില്ലാതെ മാറ്റിയെടുക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ്. അതേസമയം 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള കർഷകർ പാൻ കാർഡ് നിർബന്ധമായും നൽകണമെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. രാഷ്ട്രീയ പാർട്ടികളുടെ കൈവശമുള്ള അസാധുവായ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിന് നികുതി ഈടാക്കില്ലെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചത്. രാഷ്ട്രീയ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. സംഭാവനകളായി ലഭിക്കുന്ന തുകയും നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 1961 ആദായ നികുതി നിയമം 13A വകുപ്പ് അനുസരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇളവ് നൽകുന്നത്. നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഴയ നോട്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിക്ഷേപിക്കുന്നതിനും ധനമന്ത്രാലയം ഇളവ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ കള്ളപ്പണം ഇറക്കുന്നുവെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരം പരാതി ഉന്നയിക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം. സാധാരണ രീതിയിൽ വലിയ തുകകൾ സംഭാവനയായി ലഭിക്കുമ്പോഴും അതിനെ 20,000-ന് താഴെയുള്ള ചെറിയ സംഭാവനകളായി കാണിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ രീതി. അതേസമയം 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള കർഷകർ പാൻ കാർഡ് നിർബന്ധമായും നിക്ഷേപങ്ങളിൽ കാണിക്കണമെന്ന് ധനമന്ത്രാലയം ഉത്തരവിറക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സാംസൺ ബിൽഡേഴ്സ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസ് അന്വേഷണം കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും നീളുന്നു. അറസ്റ്റിലായ സിനിമാ താരം ധന്യ മേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതികൾ പലരിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഉപയോഗിച്ച് കൊച്ചിയിലും ബാംഗ്ലൂരിലും ഭൂമിയും ഫ്ളാറ്റും വാങ്ങിയതായി പോലീസിന് സൂചന ലഭിച്ചു. അതേസമയം കേരളത്തിൽ ഇവർ ഭൂമി വാങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ രജിസ്ട്രേഷൻ ഐജിക്കും അന്വേഷണ സംഘം അപേക്ഷ നൽകി. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ആവശ്യക്കാരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതികളായ നടി ധന്യ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പലരിൽ നിന്നായി ഇവർ തട്ടിയെടുത്ത 130-ലധികം കോടി രൂപ ഉപയോഗിച്ച ധന്യ മേരി വർഗീസും ഭർത്താവും നടനുമായ ജോൺ ജേക്കബും കൊച്ചിയിലും ബാംഗ്ലൂരിലും വസ്തുക്കളും ഫ്ളാറ്റും വാങ്ങിക്കൂട്ടിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാനും ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇവർ ഭൂമിയോ ഫ്ളാറ്റോ വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷണ സംഘം രജിസ്ട്രേഷൻ ഐജിക്ക് കത്ത് നൽകി. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകും. തിരുവനന്തപുരത്ത് ധന്യയ്ക്ക് 3 ഫ്ളാറ്റുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. തങ്ങൾ തട്ടിയെടുത്ത പണം വസ്തുക്കളും ഫ്ളാറ്റുകളും വാങ്ങിക്കാൻ ഉപയോഗിച്ചുവെന്ന് ചോദ്യം ചെയ്യലിൽ 3 പ്രതികളും പറഞ്ഞിട്ടുണ്ട്. ധന്യ മേരി വർഗീസ്, ഭർത്താവും നടനുമായ ജോൺ ജേക്കബ് എന്നിവർ തങ്ങളുടെ താരപരിവേഷം തട്ടിപ്പിനായി പ്രയോജനപ്പെടുത്തി. ധന്യ മേരി വർഗീസ് കമ്പനി ഡയറക്ടർ എന്ന തരത്തിലുള്ള ബ്രൗഷറുകൾ നൽകി തട്ടിപ്പ് നടത്തിയെന്നതും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി റിമാൻഡിലുള്ള ധന്യ മേരി വർഗീസ്, ജോൺ ജേക്കബ്, സാമുവൽ ജേക്കബ്, ജേക്കബ് സാംസൺ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. അതേസമയം തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ചില സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനിടെ ഫ്ളാറ്റ് തട്ടിപ്പിനിരയായവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് വിധി പറയും. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 13 പ്രതികൾക്കുമുള്ള ശിക്ഷയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുക. കേസിൽ 16-ാം പ്രതിയായ അരുൺകുമാറിനെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടു വിട്ടയച്ചിരുന്നു. തിരുവനന്തപുരം കൈതമുക്ക് സ്വദേശിയും RSS നഗരകാര്യവാഹുമായ സന്തോഷ്, മണ്ണന്തല കേരളാതിപുരം സ്വദേശി മനോജ് എന്നിവരാണ് പ്രധാന പ്രതികൾ. 2008 ഏപ്രിൽ 1 തിരുവനന്തപുരത്ത് കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ചാണ് CPM കളക്ടറേറ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന വഞ്ചിയൂർ സ്വദേശി വിഷ്ണുവിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. RSS പ്രവർത്തകർ നടത്തിയ ഈ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിലാകെ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റൊരു പ്രതി ആസാമനി ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ വിചാരണ പൂർത്തിയാക്കിയ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 13 പ്രതികളും കുറ്റക്കാരാണെന്ന് വിധിച്ചു. 16-ാം പ്രതി അരുൺകുമാറിനെ തെളിവുകളില്ലാത്തതിനെ തുടർന്ന് കോടതി വിട്ടയച്ചു. അതേസമയം കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞ 13 പ്രതികൾക്കുമുള്ള ശിക്ഷ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി TK മിനിമോൾ വിധിക്കും. തിരുവനന്തപുരം കൈതമുക്ക് സ്വദേശിയും RSS നഗരകാര്യവാഹവുമായ സന്തോഷ്, മണ്ണന്തല കേരളാതിഥ്യപുരം സ്വദേശികളായ മനോജ് എന്ന കക്കോട് മനോജ്, ബിജുകുമാർ, ഹരിലാൽ, അരുൺകുമാർ എന്ന ഷൈജു ഇവരാണ് കേസിലെ ആദ്യ പ്രതികൾ. പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന എന്നിവ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വട്ടപ്പാറ C സാജൻ പ്രസാദാണ് കേസിൽ ഹാജരായത്. 118 സാക്ഷികളെ വിചാരണ വേളയിലെ വിവിധ ഘട്ടങ്ങളിലായി കോടതി വിസ്തരിച്ചിരുന്നു. ശംഖുമുഖം AC ആയിരുന്ന P രഘുനാഥ്,
വഞ്ചൂർ ക്രൈം SI C മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിഷ്ണു വധക്കേസിന്റെ അന്വേഷണം നടന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UN സെക്രട്ടറി ജനറലായ ബാൻ കി മൂൺ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായേക്കുമെന്ന് റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള ആവശ്യത്തോട് ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മൂൺ പറഞ്ഞു. നിലവിലെ പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത പ്രസിഡന്റ് ആരാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ദക്ഷിണ കൊറിയ. കാസർഗോഡ് ചീമേനിയിലെ സൈബർ പാർക്ക് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുൻ LDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച സൈബർ പാർക്കിന്റെ നിർമ്മാണം UDF സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിക്കുകയായിരുന്നു. സൈബർ പാർക്ക് പദ്ധതി നടപ്പാക്കാൻ LDF സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മുൻ LDF സർക്കാരിന്റെ കാലത്താണ് കാസർഗോഡ് ചീമേനിയിൽ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിട്ടുകൊടുത്ത 100 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സൈബർ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. IT മേഖലയിൽ ഉത്തരമലബാറിലെ വലിയ വ്യവസായ സംരംഭമായി കണക്കാക്കിയ ഈ സൈബർ പാർക്കിനെ UDF സർക്കാർ പൂർണ്ണമായി അവഗണിച്ചു. ഇവിടെ മറ്റെന്തെങ്കിലും വ്യവസായം മതി എന്ന നിലപാടിലായിരുന്നു അന്നത്തെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ചീമേനിയിലെ ഒരു IT പാർക്കല്ല, അതിൽ ലോജിക്കില്ല. ചീമേനിയിൽ ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. ചീമേനിയിൽ കുറച്ചും കൂടി വലിയ പ്രോജക്ട് കൊണ്ട് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന ഉറച്ച നിലപാടാണ് LDF സർക്കാർ കൈക്കൊണ്ടത്. UDF സർക്കാർ ചുറ്റുമതിലിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം തുടങ്ങിവെച്ചെങ്കിലും 2 മാസമായി പ്രവൃത്തി കരാറുകാർ നിർത്തിവച്ചിരിക്കുകയാണ്. നിർമ്മാണം നിർത്തിവെച്ചതിൽ നാട്ടുകാർ ആശങ്കയിലാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തറക്കല്ലിട്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോവുകയും തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ചീമേനിയിൽ IT പാർക്ക് പോലും വേണ്ട എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി ആരംഭിച്ച് IT പാർക്ക് ത്വരിതഗതിയിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി LDF സർക്കാർ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ചീമേനി സൈബർ പാർക്ക് പദ്ധതിയെ വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൂട്ടിയിട്ടിരിക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഫാക്ടറി പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. തുറന്നു പ്രവർത്തിക്കുന്ന ഫാക്ടറികളിൽ ശമ്പളം നൽകുന്നില്ലെന്നും പരാതി ഉയരുന്നു. 300ഓളം കശുവണ്ടി ഫാക്ടറികളാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ പണിയെടുത്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലായതിനെ തുടർന്നാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ ഫാക്ടറി പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികൾ തുറക്കുക, മിനിമം കൂലി ഉറപ്പാക്കുക, തുറന്നു പ്രവർത്തിക്കുന്ന ഫാക്ടറികളിലെ തൊഴിലാളികളുടെ കൂലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം. തൊഴിലാളികൾക്ക് വേണ്ടി CPIM, DYFI ഉൾപ്പെടെ വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും നിരാഹാരം അനുഷ്ഠിക്കും. ആദ്യഘട്ടത്തിൽ 50ഓളം ഫാക്ടറി പടിക്കൽക്ക് മുന്നിലാണ് നിരാഹാര സമരം തുടങ്ങിയത്. എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഉടൻ തന്നെ ഈ ഫാക്ടറി തുറക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകണം. ഫാക്ടറി അടച്ചിട്ടുകൊണ്ട് ഈ നീക്കം നടത്തിയാൽ അതിനെതിരായിട്ട് ശക്തമായ എല്ലാ രീതിയിലുമുള്ള നടപടികളുമായിട്ട് ട്രേഡ് യൂണിയനുകൾക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും എന്ന് ഞാൻ ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. തൊഴിലാളികൾക്ക് തൊഴിൽ നൽകണം, കൂലി ഉറപ്പാക്കണം. ഇതിൻ്റെ തന്നെ കൂലി നിഷേധിക്കാനും വെട്ടിക്കുറയ്ക്കാനും ചില നീക്കങ്ങൾ നടക്കുന്നു. അതിനൊന്നും ഒരു കാരണവശാലും ട്രേഡ് യൂണിയൻ സംഘടന എന്നുള്ള രീതിയിൽ തൊഴിലാളികൾക്കും ഒരു രീതിയിലും ഇതിനെയൊന്നും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഒരു ഭാഗത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ കാഷ്യൂ കോർപ്പറേഷനെയും കാപെക്സിനെയും തകർക്കാനുള്ള നീക്കം നടത്തുകയും മറുഭാഗത്ത് സ്വന്തം ഫാക്ടറികൾ അടച്ചിട്ട് തോട്ടണ്ടി ട്രേഡിംഗ് നടത്തി വൻ ലാഭമുണ്ടാക്കുന്ന കശുവണ്ടി മുതലാളിമാരുടെ നിലപാടിനെതിരെ കൂടിയാണ് നിരാഹാര സമരം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്ത്രീകൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിച്ച് പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ കിണർ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കരുത്തിൽ 78 കിണറുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 കിണറുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. വീട്ടുമുറ്റത്ത് ഉറവ പറ്റാത്തൊരു കിണർ ഏവരുടെയും സ്വപ്നമാണ്. ഇത് യാഥാർത്ഥ്യമാക്കുകയാണ് ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികൾ. 6 പേരടങ്ങുന്ന സംഘം ഒരു കിണർ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. കിണർ കുഴിക്കലിൽ വൈദഗ്ധ്യമുള്ളവരല്ല ഇവരാരും. എങ്കിലും 70 മുതൽ 75 വരെ തൊഴിൽ ദിനങ്ങൾ കൊണ്ട് ഒരു കിണർ യാഥാർത്ഥ്യമാവുകയാണിവിടെ. വീട്ടുകാരിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് തൊഴിലാളിയായ രതി പറഞ്ഞു. നമ്മൾ പണിക്ക് പോണതിന്റെ മുന്നേ വീട്ടിൽ ആണുങ്ങളുണ്ടെങ്കിൽ അവർ കിണർ പകുതി കുഴിച്ചു തന്നിട്ട് പോകും. പിന്നെ വേറെ എന്തെങ്കിലും സഹായത്തിനൊക്കെ ഉണ്ടേനും ആയുധങ്ങൾ മൂസകൂട്ടായ എല്ലാവരും ചെയ്തു കൊടുന്നു തരും. പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തിയാണ് പദ്ധതി. 38 കിണറുകൾ ഇതിനകം പൂർത്തിയായി. ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കിണർ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയദേവൻ. സ്ത്രീകൾക്ക് പൊതുവെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സമൂഹം കരുതിയിരുന്ന ഒരു മേഖലയിൽ വിജയകരമായി തങ്ങളുടെ പ്രവൃത്തികൾ നടത്തി
സമൂഹത്തിനാകെ പുതിയ മാതൃകയായിരിക്കുകയാണ് ഈ നാട്ടിലെ തൊഴിലാളികൾ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. സിമന്റോ മണലോ ഉപയോഗിക്കാതെ പഴയ ഓടും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച കിണർ ഏറെ ആകർഷകമാണ്. 9 മീറ്റർ വരെ ആഴമുള്ള കിണറുകൾ സ്ത്രീ കരുത്തിൽ പൂർത്തിയായവയിലുണ്ട്. കുടിവെള്ളത്തിനായി കുത്തുന്ന ഈ കിണറുകൾ വറ്റാത്ത ഉറവകളായി മാറി ഈ നാടിന്റെ ദാഹമകറ്റട്ടെ. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം പൂക്കോട്ടുകാവിൽ നിന്നും AK ലതീഷ്. ഇന്ത്യയിലെ പരിസ്ഥിതി മാധ്യമ പ്രവർത്തകർക്കുടെ സംഘടനയായ ഫിജിയും ബംഗളൂരു ആസ്ഥാനമായുള്ള വാന ഗവേഷണ ഏജൻസിയായ ട്രീയും ചേർന്ന് പരിസ്ഥിതി മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ FRGA ട്രീ മാധ്യമ ഫെലോഷിപ്പ് പീപ്പിൾ TV ന്യൂസ് സീനിയർ ന്യൂസ് എഡിറ്റർ K രാജേന്ദ്രന് കാലാവസ്ഥാ വ്യതിയാനം, പശ്ചിമഘട്ട മലനിരകളിൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനാണ് അവാർഡ്. 1 ലക്ഷം രൂപയാണ് ഫെലോഷിപ്പ് തുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ സന്നിധാനത്ത്. ആചാര കാര്യങ്ങളിൽ തന്ത്രിയുടേതാണ് അവസാന വാക്കെന്ന് K മുരളീധരൻ MLA പറഞ്ഞപ്പോൾ കോൺഗ്രസ് നോമിനികൾ നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ പാർട്ടിക്ക് ദുഃഖമുണ്ടെന്നാണ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. തുടർച്ചയായി 42-ാം വർഷമാണ് മുരളീധരൻ സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിനായി എത്തുന്നത്. ധനു 1-ന് അച്ഛൻ K കരുണാകരനുമൊപ്പമായിരുന്നു ആദ്യ ദർശനം. നാളിതുവരെ എത്തിയ ക്ഷേത്രത്തിന്റെ പേരുമാറ്റത്തെക്കുറിച്ചും തന്റെ നിലപാട് വ്യക്തമാക്കാനും രാഷ്ട്രീയക്കാരനായ ഈ ഭക്തൻ മടിച്ചില്ല. സാധാരണ ക്ഷേത്ര കാര്യങ്ങളിൽ തന്ത്രിമാരാണ് അഭിപ്രായം പറയാറ്. ഇത് തന്ത്രിയും ദേവസ്വം ബോർഡും കൂടെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ലീഡർ കരുണാകരനോടൊപ്പം ദർശനം നടത്തിയ ഓർമ്മകൾ രാജ്മോഹൻ ഉണ്ണിത്താനും പങ്കുവച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേവസ്വം ബോർഡ് സർക്കാരിനേക്കാൾ വലുതല്ല എന്ന കാര്യം സ്വന്തം പാർട്ടിക്കാരനായ ബോർഡ് പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. എന്തിന്റെ പേരിലായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെന്റുമായി ഒരു തുറന്ന യുദ്ധത്തിന് പോകുന്നത് മര്യാദയല്ല. ഒരു സംസ്ഥാന ഗവൺമെന്റ് സഹായവും സഹകരണവും ഇല്ലാതെ ആ സീസൺ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ ഒരിക്കലും ഒരു ദേവസ്വം ബോർഡിനെ കൊണ്ടാവില്ല. എന്തായാലും സംസ്ഥാന ഗവൺമെന്റിന് താഴെയാണ് ദേവസ്വം ബോർഡ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. ന്യൂസ് ബ്യൂറോ, ശബരിമല.